കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ജാനുവരി മാസം 24 മാഘമാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടിയാണ്. അന്നേ ദിവസം നമ്മൾ ഏത് നാമം ഉപയോഗിച്ചിട്ടാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്, അതുപോലെ തന്നെ ഭഗവാന്റെ അവതാര കഥ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഭഗവാന്റെ അവതാര കഥയൊന്ന് ചുരുക്കി പറയാം. ശൂരപത്മാസുരനും മറ്റ് അസുരന്മാരും അവൻ്റെ കൂട്ടാളികളായ മറ്റ് അസുരന്മാരും ദേവലോകം കീഴടക്കുകയും 3 ലോകങ്ങളിലും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. ദേവന്മാരെ ഈ അസുരന്മാരുടെ അടിമകളാക്കി മാറ്റിയവർ. പലപ്പോഴും ബ്രഹ്മദേവനെയും ദേവേന്ദ്രനെയും ഒക്കെ തന്നെ അവരുടെ ദാസ്യവേലകൾ ചെയ്യാനായി ഉപയോഗിക്കുമായിരുന്നു. ബ്രഹ്മദേവനെ കൊണ്ട് കടലിൽ പോയി മത്സ്യം പിടിച്ചുകൊണ്ട് വരാൻ വരെ അവർ ആജ്ഞാപിച്ചിരുന്നു. അങ്ങനെ ദാസ്യവേല ചെയ്ത് കഴിഞ്ഞുകൂടുകയായിരുന്നു ദേവന്മാർ. ഇതെല്ലാം സഹിക്കവയ്യാതെ ദേവേന്ദ്രൻ ഒളിച്ചു താമസിക്കുകയും ചെയ്തു. ഈ ശൂരപത്മാസുരനെ വധിക്കുന്നത് ശിവപുത്രനായിരിക്കും. ശിവപുത്രന് മാത്രമേ ശൂരപത്മാസുരനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു വരം ശൂരപത്മാസുരൻ നേടിയിട്ടുണ്ട്. ഇവിടെ ശിവനും പാർവതിയും വിവാഹം കഴിച്ചിട്ട് കാലമേറെയായി, പക്ഷേ ഇതുവരെ ഒരു കുമാരൻ ജനിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ കാര്യം ചർച്ച ചെയ്യാനായിട്ട് ദേവന്മാരെല്ലാവരും കൂടി മഹാമേരു പർവ്വതത്തിൽ ഒത്തുകൂടുകയും അവർ ചർച്ച ചെയ്യുകയും ചെയ്തു. അവസാനം അവരൊരു തീരുമാനത്തിലെത്തുന്നു. വായുദേവനെ കൈലാസത്തിലേക്ക് അയക്കുക, അവിടെ ചെന്നിട്ട് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് അന്വേഷിച്ചിട്ട് വരണം, പറ്റുമെങ്കിൽ തങ്ങളുടെ ആവശ്യം പറയുകയും ചെയ്യണം. ഇതാണ് അവരെല്ലാവരും കൂടി ചേർന്ന് വായുദേവന് നൽകിയ ചുമതല. വായുദേവൻ ഇത് കേട്ടതും പേടിച്ചു. കാരണം കാമദേവന്റെ അനുഭവം വായുദേവൻ അറിയാം. അതോടുകൂടി പറ്റില്ല എന്ന് വായുദേവൻ പറയുന്നു. പക്ഷേ ബ്രഹ്മദേവനും ദേവന്മാരും മറ്റു ദേവന്മാരും എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ നിവർത്തിയില്ലാതെ വായുദേവന് സമ്മതിക്കേണ്ടി വന്നു. എന്തും വരട്ടെ എന്ന് കരുതിയിട്ട് വായുദേവൻ കൈലാസത്തിലേക്ക് പോകുന്നു. ആരും കാണാതെ അരൂപിയായി അകത്തു കടക്കാം എന്ന് ചിന്തിക്കുകയാണ് വായുദേവൻ. അങ്ങനെ ഒളിച്ച് അകത്തേക്ക് കടക്കുന്നതിൻ്റെ ഇടയിൽ നന്ദി ഭഗവാന്റെ കണ്ണിൽപ്പെട്ടു വായുദേവൻ. കണ്ണിൽ എണ്ണ ഒഴിച്ച് കൈലാസത്തിന് കാവൽ നിൽക്കുകയാണ് നന്ദി. നന്ദിയുടെ ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേട്ടപ്പോൾ വായുദേവൻ ഭയന്നു വിറച്ചു. അരൂപിയായി അകത്ത് കടക്കാം എന്നുള്ള മോഹം വായുദേവൻ ഉപേക്ഷിക്കുകയും സ്വന്തം രൂപത്തിൽ നന്ദി ഭഗവാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും എന്താണ് തൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞു കൊടുക്കുകയും അതുകൂടാതെ മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. ഉദ്ദേശശുദ്ധി നല്ലതാണ് എന്ന് മനസ്സിലാക്കിയ നന്ദീശ്വരൻ വായുദേവനോട് ക്ഷമിച്ചു. പക്ഷേ അകത്തു കടക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ നിരാശനായി അല്പം അപമാനിതനായി വായുദേവൻ തിരിച്ച് മേരുപർവ്വതത്തിൽ എത്തിച്ചേരുന്നു. എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വിസ്തരിച്ചു തന്നെ പറയുന്നു. ഇനി എന്തു ചെയ്യും എന്നായി പിന്നീടുള്ള ചിന്ത. എന്തും വരട്ടെ, ഇനി ഈ അസുരന്മാരുടെ ദാസ്യവേല ചെയ്യാൻ വയ്യ എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാ ദേവന്മാരും കൂടി കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. എന്നിട്ട് നന്ദി ഭഗവാനെ കാണുന്നു. തങ്ങൾ എന്തിനാണ് വന്നത് എന്നുള്ള കാര്യം നന്ദി ഭഗവാനോട് പറയുന്നു. അങ്ങനെ നന്ദീശ്വരൻ്റെ അനുവാദവും വാങ്ങിക്കൊണ്ട് ഇവരെല്ലാവരും കൂടി അകത്ത് കടക്കുകയും ഭഗവാനും ഭഗവതിയും ഇരുന്ന് അരുളുന്ന ആ മണ്ഡപത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അവിടെ നിന്നുകൊണ്ട് അവരെല്ലാവരും കൂടി നമഃശിവായ മന്ത്രം ജപിച്ച് മഹാദേവനെ പ്രീതിപ്പെടുത്തുന്നു. മഹാദേവൻ കണ്ണു തുറക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് വന്നത് എന്ന് അവരോട് മന്ദസ്മിതം തൂകിക്കൊണ്ട് ചോദിക്കുന്നു. തങ്ങളുടെ ആവശ്യം അവർ മഹേശ്വരനോടും ശ്രീ പാർവതിയോടും പറയുന്നു. അതുവരെ ശാന്തസ്വരൂപനായിരുന്നു മഹേശ്വരൻ. പെട്ടെന്ന് തന്നെ അദ്ദേഹം രൗദ്രരൂപം പൂണ്ടു. ഭഗവാന്റെ ഈ ഭാവഭേദത്തിൽ പ്രപഞ്ചമാകെ നടുങ്ങിപ്പോയി. എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് അറിയാൻ കഴിയാതെ ദേവന്മാരെല്ലാവരും ഭയന്നു വിറച്ചു. ആകാശം ഇരുണ്ടു.
മിന്നലുകൾ ചിതറി വീണു, ഇടിമുഴങ്ങി, സമുദ്രങ്ങൾ ആർത്തിരമ്പി. അതുവരെ പഞ്ചമുഖനായി കാണപ്പെട്ടിരുന്ന മഹാദേവൻ ജ്ഞാനികളും യോഗികളും മാത്രം കണ്ടറിഞ്ഞിരുന്ന അധോമുഖമുൾപ്പെടെ 6 ദിവ്യമുഖനായി പ്രത്യക്ഷപ്പെട്ടു. അതായത് അതുവരെ മഹേശ്വരന് 5 മുഖങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 6മതൊരു മുഖം ഭഗവാനുണ്ട്. പക്ഷേ അത് സാധാരണ ദേവന്മാർക്കൊന്നും കാണാൻ സാധിക്കുന്നതായിരുന്നില്ല. ആ ദിവ്യമുഖം ഉൾപ്പെടെ അറുമുഖനായി ആ സമയത്ത് മഹേശ്വരൻ കാണപ്പെട്ടു. പഞ്ചാഗ്നി മധ്യത്തിൽ നിന്ന് അരുളിയിരുന്ന ഗംഗാധരൻ്റെ 6 മുഖങ്ങളിലെ നെറ്റിക്കണ്ണുകളിൽ നിന്ന് തീപ്പൊരികൾ ചിതറി. ആ അഗ്നിസ്ഫുലിംഗങ്ങൾ സകല ചരാചരങ്ങളെയും വിറപ്പിച്ചുകൊണ്ട് 6 സ്ഥാനങ്ങളിൽ സ്വർണവർണ്ണ പ്രഭ വിതറി ആളിപ്പടർന്നു നിന്നു. ആ അവതാരങ്ങളിൽ കൂടി അത്ഭുതങ്ങൾ അനേകം സംഭവിച്ചുവെങ്കിലും ഒരൊറ്റ ജീവനു പോലും ആപത്ത് സംഭവിച്ചില്ല. ഈ കാഴ്ച കണ്ടപ്പോൾ സാക്ഷാൽ പരമേശ്വരി പോലും ഭയപ്പെട്ടു പോയി. കാരണം അത്ര ഭീകരമായ ഒരു കാഴ്ചയായിരുന്നു ആ സമയത്ത് അവിടെ നടന്നത്. ആ സമയത്ത് എല്ലാ ദേവന്മാരും, മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ഉൾപ്പെടെയുള്ള സകല ദേവന്മാരും മഹേശ്വരനോട് പ്രാർത്ഥിച്ചു. അതോടുകൂടി അതുവരെ രൗദ്രരൂപം പൂണ്ടു നിന്നിരുന്ന മഹേശ്വരൻ ശാന്തനായി ദിവ്യനായി പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ തൃക്കണ്ണുകളിൽ നിന്നും ബഹിർഗമിച്ച ആ അഗ്നിജ്വാലകൾ തൻ്റെ മുമ്പിൽ തന്നെ വരട്ടെ എന്ന് മഹേശ്വരൻ കൽപ്പിച്ചു. അതോടുകൂടി പ്രപഞ്ചമെങ്ങും പരന്നു നിന്നിരുന്ന ആ 6 ദിവ്യ ജ്യോതിസുകൾ ഭഗവാന്റെ മുമ്പിൽ വരികയും കൈകൂപ്പി നിൽക്കുകയും ചെയ്തു. ആ ദിവ്യ പ്രഭ ചൊരിയുന്ന ആ രൂപങ്ങളെ നോക്കി ഭഗവാൻ മന്ദഹസിച്ചു. അതിനുശേഷം ഭഗവാൻ വായുദേവനെയും അഗ്നിദേവനെയും അരികിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ഈ 2 ദേവന്മാരോടും പരമേശ്വരൻ പറയുകയാണ്, നിങ്ങൾ ഈ അഗ്നിസ്ഫുലിംഗങ്ങളെ കയ്യിൽ വഹിച്ചുകൊണ്ട് ഗംഗാ നദിയിലേക്ക് പോകണം. എന്നിട്ട് ഈ സ്ഫുലിംഗങ്ങളെ ഗംഗാനദിയിൽ ഒഴുക്കണം. ഗംഗാദേവി ഈ പ്രഭാപൂരങ്ങളെ ശരവണപ്പൊയ്കയിൽ എത്തിക്കുന്നതാണ്. ഇങ്ങനെയാണ് മഹേശ്വരൻ കൽപ്പിച്ചത്. ഇത് കേട്ടപ്പോൾ ദേവന്മാർ ഭയപ്പെട്ടു. കാരണം ക്ഷണനേരം കൊണ്ട് ത്രിലോകങ്ങളെയും ഭസ്മീകരിക്കുന്നതിന് ശക്തിയുള്ള ഈ ശിവജ്യോതിസുകളെ എങ്ങനെയാണ് ഈ കൈകളിൽ വഹിച്ചുകൊണ്ട് പോകുന്നത്? ഇതാണ് അവരെ കുഴക്കിയത്. അവരുടെ ഭയം മഹേശ്വരന് മനസ്സിലാവുകയും മഹേശ്വരൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, അഗ്നിദേവ, വായുദേവ, നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് യാതൊരു ആപത്തും സംഭവിക്കുകയില്ല. ഈ സ്ഫുലിംഗങ്ങളെ വഹിക്കുവാനുള്ള ശക്തി ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ് എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം ഈ ശിവജ്യോതിസുകളെ അഗ്നിദേവൻ തൻ്റെ കയ്യിലേക്ക് ആവാഹിക്കുന്നു. അതിനുശേഷം കുറച്ച് സമയം ഈ സ്ഫുലിംഗങ്ങളെയും കൊണ്ട് അഗ്നിദേവൻ മുമ്പോട്ട് നടക്കുന്നു. പുറകിന് വായുദേവനും. കുറച്ച് സമയം കഴിയുമ്പോൾ അത് വായുദേവനിൽ കൈമാറുന്നു. പിന്നീട് അങ്ങനെ മാറി മാറി അവർ ഗംഗാനദിയുടെ തീരത്ത് എത്തിച്ചേരുന്നു. പുറകെ ദേവന്മാരും നാമം ജപിച്ചുകൊണ്ട് ഗംഗാനദിയുടെ തീരത്തേക്ക് പോകുന്നു. അങ്ങനെ ഈ സ്ഫുലിംഗങ്ങളെ അവർ ഗംഗാനദിയിൽ നിക്ഷേപിക്കുന്നു. അങ്ങനെ ഗംഗാനദിയിൽ അർപ്പിക്കപ്പെട്ട ആ അഗ്നി സ്വരൂപങ്ങളുടെ ശക്തിവിശേഷത്തിൽ ഗംഗാജലം തിളച്ചു മറിഞ്ഞു. ഗംഗാദേവി അതീവ ശ്രദ്ധയോടുകൂടി ഈ അഗ്നിസ്ഫുലിംഗങ്ങളെ ശരവണപ്പൊയ്കയിൽ എത്തിക്കുന്നു. ശരവണപ്പൊയ്കയ്ക്ക് ചുറ്റും ആകാംക്ഷയോടുകൂടി ദേവന്മാർ കാവൽ നിൽക്കുകയും ചെയ്തു. അങ്ങനെ കുറേ നിമിഷങ്ങൾ കടന്നുപോയി. അരൂപമായും രൂപമായും ആദിയായും അനാദിയായും ഒന്നായും മൂന്നായും പലതായും പരബ്രഹ്മമായും കാണപ്പെടുന്ന പരമേശ്വര ജ്യോതിസ്
ഒരു ശിശുവിൻ്റെ ഉടൽ രൂപമാണ്ടു. പരാത്പര പ്രഭ ചൊരിയുന്ന 6 തിരുമുഖങ്ങളും ഈരാറു ഭുജങ്ങളും കൊണ്ട് ലോകരക്ഷാമൂർത്തിയായ മുരുകദേവൻ അങ്ങനെ ശരവണപ്പൊയ്കയിൽ അവതരിക്കുകയാണ്. അതായത് അതോടുകൂടി ശരവണപ്പൊയ്കയിലേക്ക് ഈ ശിവജ്യോതിസുകളെ, ഈ 6 ശിവജ്യോതിസുകളെ ഗംഗാദേവി നിക്ഷേപിക്കുകയും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ 6 ശിവജ്യോതിസിൽ നിന്ന് കുമാരൻ അവതരിക്കുന്നു. അത്ഭുതകരമായ ഈ സന്തോഷ വാർത്ത പ്രപഞ്ചം മുഴുവൻ അറിഞ്ഞു. ദേവന്മാർ സന്തോഷിച്ചു, പുഷ്പവൃഷ്ടി നടത്തി. 6 കുമാരന്മാരായിട്ടാണ് ഈ 6 അഗ്നിസ്ഫുലിംഗങ്ങളും അവതരിച്ചത്. ഈ കുഞ്ഞുങ്ങളെ വളർത്തണം. ആരാണ് ഇവരെ വളർത്തുന്നത്? അങ്ങനെ ചിന്തിച്ചപ്പോൾ വിഷ്ണു ഭഗവാൻ കൃത്തികമാരെ മനസ്സിൽ സ്മരിക്കുന്നു. ആ നിമിഷം തന്നെ കാർത്തിക മംഗമാർ 6 പേരും അവരുടെ മുമ്പിൽ, ദേവന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. മഹാവിഷ്ണു കന്യകമാരെ ശിവകുമാരന് മുലപ്പാലൂട്ടി സേവനം ചെയ്യുന്നതിന് നിയോഗിക്കുന്നു. അവർക്ക് വലിയ സന്തോഷമായി. അവർ അങ്ങനെ ആ കുഞ്ഞുങ്ങളുടെ രക്ഷ ഏറ്റെടുക്കുന്നു. സഹജമായ മാതൃവാത്സല്യത്തോടു കൂടി മത്സരിച്ച് അവർ ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പരമേശ്വരനും ശ്രീ പാർവതിയും കുമാരനെ കാണുന്നതിനായി ശരവണപ്പൊയ്കയുടെ തീരത്തിലേക്ക് എഴുന്നള്ളുന്നു. പാർവതീദേവി നോക്കുമ്പോൾ 6 കുമാരന്മാർ അവിടെ ഓടി നടന്ന് കളിക്കുന്നു. ദേവിക്ക് വളരെയധികം ആനന്ദം തോന്നി. മാതൃവാത്സല്യത്തോടു കൂടി ദേവി ഓടി വന്ന് ഈ 6 കുമാരന്മാരെയും ഒന്നിച്ചു ചേർത്ത് തൻ്റെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. അതോടുകൂടി 6 ശരീരങ്ങളും ഒന്നായി ചേരുകയും എന്നാൽ അറുമുഖനായി ഈ കുമാരൻ കാണപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് കുമാരന് സ്കന്ദൻ എന്ന നാമം സിദ്ധിച്ചത്. പരമേശ്വരിയായ ജഗദംബികയായ പാർവതീദേവിയുടെ ജ്ഞാനമാകുന്ന മുലപ്പാൽ സ്കന്ദദേവന് ദേവി നൽകുന്നു. അതിനുശേഷം കുമാരൻ തൻ്റെ പിതാവായ മഹേശ്വരനെ നമസ്കരിക്കുന്നു. പിന്നീട് കുമാരൻ തന്നെ വളർത്തിയ കാർത്തിക മംഗമാരെ അനുഗ്രഹിക്കുന്നു. ആരാണോ കാർത്തിക ദിവസം എന്നെ പൂജിച്ചു പ്രാർത്ഥിക്കുന്നത്, ആ നിമിഷം തന്നെ അവർക്ക് ഞാൻ എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും എന്നാണ് ആ ദേവിമാരെ കുമാരൻ അനുഗ്രഹിക്കുന്നത്. അതിനുശേഷം കുമാരനും ദേവിയും മഹേശ്വരനും കാളയുടെ പുറത്ത് ഋഷഭവാഹനത്തിൽ ആരൂഢനായി കൈലാസത്തിലേക്ക് പോകുന്നു. ഭഗവാന്റെ ആദ്യത്തെ എഴുന്നള്ളത്താണ് ഇപ്പോൾ ഈ നടക്കുന്നത്. അതായത് ഭഗവാനും പരമേശ്വരിയും സ്കന്ദദേവനും ചേർന്ന് കാളപ്പുറത്ത് ഋഷഭവാഹനത്തിൻ്റെ പുറത്ത് ഇരുന്നു കൊണ്ട് കൈലാസത്തിലേക്ക് പോകുന്ന ആ കാഴ്ച, ഭഗവാന്റെ ആദ്യത്തെ എഴുന്നള്ളത്ത് കാണുന്നതിനായി ആകാശത്ത് സകല ദേവന്മാരും കാത്തുനിന്നു. അതോടുകൂടി കുമാരൻ്റെ അവതാരം പൂർണ്ണമാവുകയാണ്. ഇതാണ് ഷഠാനന അവതാരം. ഇവിടെ കുമാരദേവനെ പ്രാർത്ഥിക്കേണ്ടുന്നതിൻ്റെ ഉദ്ദേശം, അതായത് നമ്മുടെ മുൻജന്മ ദോഷങ്ങൾ മാറുന്നതിനും കർമ്മദോഷങ്ങൾ മാറുന്നതിനും ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങളുടെ ഐശ്വര്യത്തിനു വേണ്ടി അമ്മമാർ സ്കന്ദഷഷ്ഠി വ്രതമെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ മാസവും ഷഷ്ഠിവ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ്. ചൊവ്വാദോഷം അനുഭവിക്കുന്ന ആളുകൾ, ചൊവ്വാദശയിൽ ജീവിക്കുന്ന ആളുകൾ, കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകൾ,
അതുപോലെ തന്നെ വിവാഹം കഴിക്കുന്നതിന് താമസമുണ്ടാകുന്ന ആളുകൾ, ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകൾ, ജോലി കിട്ടുന്നില്ല, ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകുന്നില്ല, കുടുംബത്ത് പ്രശ്നങ്ങളുള്ള, ഇങ്ങനെ നമ്മുടെ ലൗകിക ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതിനായി കുമാരദേവനെ, സുബ്രഹ്മണ്യദേവനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാനെ നമുക്ക് ഓം സ്കന്ദദേവായ നമ എന്ന് 21 തവണ ജപിക്കാം. അതുപോലെ തന്നെ ഓം ശരവണഭവായ നമ എന്ന് നമുക്ക് 21 തവണ ജപിച്ച് പ്രാർത്ഥിക്കാം. അതായത് ശരവണപ്പൊയ്കയിൽ ജനിച്ചവൻ എന്നാണ് ശരവണഭവായ നമ എന്ന ആ നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ ഈ ഒരു നാമം 108 തവണ ജപിച്ച് മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്ത് 108 തവണ ജപിക്കുന്നത് അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. സ്കന്ദായ കാർത്തികേയായ പാർവതി നന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ നമഃ. ഈ നാമം 108 തവണ മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. ഷഷ്ഠി ദിവസം ഈ 3 നാമങ്ങളും നമുക്ക് ജപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.